കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടരുന്നു. കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലാണ് ഇന്നത്തെ പര്യടനം. വയനാട് ജില്ലയിൽ 3 പൊതുയോഗങ്ങളിൽ രാഹുൽ പങ്കെടുക്കും. കണ്ണൂർ സാധു ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന UDF നേതൃയോഗമാണ് രാഹുലിന്റെ ആദ്യ പരിപാടി. സുനിൽ ഐസക്, കേൾക്കാമെങ്കിൽ കണ്ണൂരിൽ നിന്നാണ് രാഹുലിന്റെ ഇന്നത്തെ പ്രചാരണ പരിപാടികൾ ആരംഭിക്കുന്നത്. 8:40 ആരംഭിക്കുമെന്നായിരുന്നു വിവരങ്ങൾ. കൃത്യസമയത്ത് തന്നെ ആരംഭിച്ചു. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രാഹുൽ ഗാന്ധിയുടെ 2 ദിവസത്തെ കേരള സന്ദർശനം ഇന്നലെയാണ് ആരംഭിച്ചത്. ഇന്നലെ തെക്കൻ കേരളത്തിലെ സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയത്. തുടർന്ന് ഇന്നലെ രാത്രി രാഹുൽ ഗാന്ധി കണ്ണൂർ ഗസ്റ്റ് ഹൗസിലായിരുന്നു താമസിച്ചിരുന്നത്. മുൻ നിശ്ചയിച്ചത് തന്നെ പ്രകാരത്തിലുള്ള പരിപാടികൾ തന്നെയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ കൃത്യസമയത്ത് തന്നെ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ പരിപാടി UDF നേതൃയോഗമാണ്. വടകര, അതുപോലെ കണ്ണൂർ, കാസർഗോഡ് പാർലമെന്റ് മണ്ഡലങ്ങളിലെ UDFന്റെ തെരഞ്ഞെടുക്കപ്പെട്ട 350ഓളം നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പരിപാടി. അവരെ അഭിസംബോധന ചെയ്ത് രാഹുൽ ഗാന്ധി കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിൽ സംസാരിക്കും. ആ പരിപാടി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് 8:30 തന്നെയാണ് അദ്ദേഹം കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിയത്. അതിനു മുമ്പ് കണ്ണൂർ, കാസർഗോഡ്, വടകര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിമാർ രാജ്മോഹൻ ഉണ്ണിത്താൻ, K മുരളീധരൻ, K സുധാകരൻ എന്നിവർ അദ്ദേഹത്തെ ഗസ്റ്റ് ഹൗസിലെത്തി കണ്ടിരുന്നു. അദ്ദേഹത്തിനൊപ്പം ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും അടക്കമുള്ള നേതാക്കളുമുണ്ട്. അവരുമായും അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം 9:35 കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി. മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ കൃത്യം 8:40 തന്നെ രാഹുൽ ഗാന്ധി കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിലെത്തി. ഇവിടെ യോഗ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഏതാണ്ട് 40 മിനിറ്റോളം അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുത്തേക്കും. അദ്ദേഹം ഈ UDFന്റെ ഈ 3 മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ഒരു വിലയിരുത്തലും അതിനൊപ്പം തന്നെ അതിൻ്റെ നേതൃത്വം നൽകുന്ന നേതാക്കളുമായുള്ള അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുമാണ് ചെയ്യുക. അതിൻ്റെ മുന്നോടിയായിട്ടാണ് അദ്ദേഹം 3 സ്ഥാനാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തിയത്. പ്രവർത്തനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ, ഈ പ്രവർത്തനത്തിൻ്റെ നിലവിലെ ഒരു അവസ്ഥയെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹം സ്ഥാനാർത്ഥികളുമായി സംസാരിച്ചിരുന്നു. എന്തായാലും ഈ 40 മിനിറ്റ് ആണ് ഇവിടെ പരിപാടിക്ക് മുൻ നിശ്ചയിച്ചിട്ടുള്ള സമയം. അതിനുശേഷം രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പരിപാടി നടക്കുന്ന ഹാളിന് തൊട്ട് ഇപ്പുറത്തുള്ള ഹാളാണ്. അവിടെ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള 30ഓളം ആളുകൾക്ക്, മാധ്യമപ്രവർത്തകർക്ക് ഇപ്പോൾ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. അവരെ അദ്ദേഹം കാണുന്നുണ്ട്. അത് ഒരു പ്രസ് കോൺഫറൻസ് എന്ന നിലയ്ക്കാണോ എന്ന കാര്യത്തിലൊരു അവസാനവട്ട തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല. അത് സംബന്ധിച്ച് SPGക്കാർക്ക് കൃത്യമായൊരു ധാരണയില്ല. എന്തായാലും രാഹുൽ മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം ഇവിടെ നിന്ന് കണ്ണൂർ പോലീസ് മൈതാനിയിൽ സജ്ജീകരിച്ചിട്ടുള്ള പ്രത്യേക ഹെലിപ്പാഡിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം തിരുനെല്ലിയിലേക്ക് പോകും. മുൻപ് പറഞ്ഞത് 9:50 അദ്ദേഹം തിരുനെല്ലിയിൽ എത്തുമെന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഏതാണ്ട് ഒരു 9:45 ശേഷം മാത്രമേ രാഹുൽ കണ്ണൂരിൽ നിന്ന് പോകൂ എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 1/2 കിലോമീറ്ററാണ് ഹെലിപ്പാഡിലേക്കുള്ളത്. ഈ സാധു കല്യാണ മണ്ഡപം 2 അവിടേക്കുള്ളത് ഒരു 1/2 കിലോമീറ്ററാണ്. ആ 1/2 കിലോമീറ്റർ ദൂരത്ത് ഒരുപക്ഷെ ഒരു റോഡ് ഷോ രീതിയിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് SPGയും അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും അതിന് കൃത്യമായ ഒരു അനുമതി നൽകിയിട്ടില്ല. എന്തായാലും രാവിലെ മുതൽ തന്നെ രാഹുൽ ഗാന്ധിയെ കാണാൻ ഈ പരിപാടി നടക്കുന്ന സാധു കല്യാണ മണ്ഡപത്തിന് പുറത്ത് വലിയ തോതിൽ ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചു പോകുമ്പോൾ രാഹുൽ അവരെ അഭിവാദ്യം ചെയ്യാനെങ്കിലും സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹം കണ്ണൂർ പോലീസ് മൈതാനിയിൽ നിന്ന് പ്രത്യേക ഹെലികോപ്റ്ററിൽ തിരുനെല്ലിയിലേക്ക് പോവുക. ഹുസ്ന, രാഹുലിന്റെ ഇന്നത്തെ പ്രചാരണ പരിപാടികൾക്ക് കണ്ണൂരിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. പ്രവർത്തകരുമായുള്ള യോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. സാധു ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. സുനിൽ ഐസക്കാണ് വിശദ വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഇതുവരെയുള്ള പ്രചാരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ ഘടകങ്ങളെയും അനുകൂലമാക്കാനുള്ള ശ്രമത്തിലായിരിക്കും ഓരോ പാർട്ടിയും. മാത്രമല്ല, പ്രചാരണം തുടങ്ങിയപ്പോഴുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വലിയ മാറ്റങ്ങളാണ് ഓരോ മണ്ഡലത്തിലും ഇപ്പോഴുള്ളത്. ആലപ്പുഴ, കോട്ടയം, ആലത്തൂർ, ചാലക്കുടി മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുകയാണ് ഞങ്ങളുടെ പ്രതിനിധികൾ. അതിനായി ആലപ്പുഴയിൽ നിന്ന് എബി തോമസ്, കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, ആലത്തൂരിൽ നിന്ന് PM ഷബീർ, ചാലക്കുടിയിൽ നിന്ന് ഷബന സിയാദ് എന്നിവർ ചേരുന്നു. ആദ്യം എബി തോമസിലേക്ക്. എബി, ആലപ്പുഴയിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ ചിത്രം എങ്ങനെയാണ്? പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിയിലാണ്. ഓരോ മുന്നണികളും ശക്തമായി തന്നെ പ്രചാരണ രംഗത്തുണ്ട്. നമുക്കറിയാം, മത്സരം തുടങ്ങുമ്പോഴുള്ള ഒരു അവസ്ഥയിലല്ല ഇപ്പോഴുള്ളത്. ഒന്നും മെച്ചമായ പ്രചാരണവുമായി മുന്നണികൾ മുന്നിലുണ്ട്. ഇപ്പോൾ നമുക്ക് നൽകാവുന്ന ഒരു ഏറ്റവും ഒടുവിലായുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം എങ്ങനെയാണ്?
ആലപ്പുഴ ലോക്സഭാ മണ്ഡലം LDF വളരെയധികം പ്രതീക്ഷ വെച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നു. ആദ്യമേ തന്നെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചു. അതിനുശേഷം പ്രചാരണ രംഗത്തിലേക്ക് ആദ്യം തന്നെ കടന്നു വന്നു. അതിൻ്റെ ഒരു മേൽക്കൈ മണ്ഡലത്തിൽ നേടുന്നതിന് വേണ്ടിയിട്ട് LDFന് സാധിച്ചിരുന്നു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നടപടിയായിരുന്നു LDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ആരിഫിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതും. എന്നാൽ ഈ ഒരു സാഹചര്യം മറികടക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടി UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഈ LDFിൻ്റെ ആ ഒരു ശ്രമത്തിന് കൃത്യമായ രീതിയിൽ തിരിച്ചടി നൽകാനായിട്ട് UDFിന് സാധിച്ചു. പ്രചാരണ രംഗത്ത് വൈകിയാണ് എത്തിയെങ്കിൽ പോലും പ്രചാരണം സജീവമായതോടുകൂടി ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനും UDFിനും ശക്തമായ രീതിയിലുള്ള ആ പ്രചാരണ രംഗത്ത് അവർ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി തന്നെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം മാറിയിരിക്കുന്നു. ഇവിടെ കൃത്യമായ രീതിയിൽ ശബരിമല വിഷയം ഉൾപ്പെടെ ഉള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അമ്പലപ്പുഴ പോലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ശബരിമല വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് തന്നെ കൃത്യമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ എൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഈ ശബരിമല വിഷയം കൂടുതൽ ചർച്ചയാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരിഫിനെ ഇത്തരത്തിൽ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നതും. അത് ഈ ശബരിമല വിഷയത്തിൽ വോട്ടുകൾ ചോർന്നു പോയേക്കാം എന്നുള്ളൊരു കണക്കുകൂടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരത്തിലൊരു നടപടിയിലേക്ക് LDF പോയത്. എന്നാൽ അതിന് കൃത്യമായ രീതിയിലുള്ള മറുപടി തന്നെ നൽകിക്കൊണ്ട് തന്നെ ഷാനിമോൾ ഉസ്മാനെയും അത്തരത്തിൽ സ്ഥാനാർത്ഥിയാക്കി നിർണ്ണയിച്ചപ്പോൾ തന്നെ LDFന് ഇപ്പോൾ അവർ ആദ്യം മുന്നോട്ട് വെച്ച അവരുടെ ഒരു പ്രതീക്ഷയ്ക്ക് കൃത്യമായ രീതിയിലുള്ള മങ്ങലേറ്റിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തിനായാലും ആദ്യമേ തന്നെ മണ്ഡലത്തിൽ പ്രചാരണത്തിന് ഇറങ്ങിയ ഒരു സാഹചര്യത്തിൽ ആ ഒരു മേൽക്കൈ ഇപ്പോഴും ഒരു അല്പമെങ്കിലും പുലർത്താനായിട്ട് ഇപ്പോഴും LDFന് സാധിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. കാടിളക്കിയുള്ള പ്രചാരണ പരിപാടികളിലേക്ക് ഇപ്പോൾ ഈ അവസാന 5 ദിവസത്തെ പരിപാടികളിലേക്ക് മാറിയിരിക്കുകയാണ്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ മണ്ഡലത്തിൽ സജീവമായി തന്നെ രംഗത്ത് വരികയും ഒപ്പം തന്നെ KC വേണുഗോപാൽ, AK ആന്റണി, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കളെ എല്ലാവരെയും പ്രചാരണ രംഗത്തേക്ക് എത്തിച്ചുകൊണ്ട് UDF കൃത്യമായ രീതിയിൽ ഈ LDFിൻ്റെ ഒരു മേൽക്കൈയെ മറികടക്കുന്നതിനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ NDAയും ഇത്തരത്തിൽ ശക്തമായ രീതിയിലുള്ള മത്സരത്തിലേക്ക് വരുന്നൊരു കാഴ്ച നമുക്ക് ഇപ്പോൾ ഈ അവസാന ദിവസങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. കേന്ദ്രമന്ത്രിമാരെ ഉൾപ്പെടെ രംഗത്തിറക്കിക്കൊണ്ട് കൃത്യമായ രീതിയിൽ അവരുടെ രാഷ്ട്രീയവും പ്രചാരണവും കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ ഒപ്പം തന്നെ KS രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മുമ്പ് വഹിച്ചിരുന്ന പദവികൾ ഒപ്പം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്ന കോൺഗ്രസ് ബന്ധങ്ങളെല്ലാം തന്നെ വോട്ടിന് അല്ലെങ്കിൽ അനുകൂല ഒരു ഘടകമാകുന്ന ഒരു വിലയിരുത്തൽ NDAയ്ക്കുമുണ്ട്. ഒപ്പം തന്നെ തീരദേശ മേഖല നമുക്കറിയാം, ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് 7 നിയമസഭാ മണ്ഡലങ്ങളും കൃത്യമായ രീതിയിൽ തന്നെ തീരദേശത്തോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലങ്ങൾ. അത് കേരളത്തിലെ ആകെ ഒറ്റ ഒരു മണ്ഡലം മാത്രമാവും അത്തരത്തിൽ തീരദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളെല്ലാം തന്നെ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ തീരദേശ സമുദായങ്ങളിലുള്ള വോട്ടുകളെ കൃത്യമായ രീതിയിൽ ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ട് NDAയ്ക്ക് സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ അവർ വെച്ചു പുലർത്തുന്നു. KS രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം കൃത്യമായ രീതിയിൽ താൻ ധീവരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വോട്ട് തേടുന്ന ഒരു സാഹചര്യം കൂടി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം കൂടിയാണ്. തന്നെയായാലും ഇത്തരത്തിൽ NDAയും ഈ ശക്തമായ രീതിയിലുള്ള ഒരു പ്രചാരണത്തിലേക്ക് വരുമ്പോൾ വിജയത്തിനപ്പുറത്തേക്ക് അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക, കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ അപ്പുറത്തേക്ക് വോട്ട് നേടുക. ഒപ്പം തന്നെ BJP വോട്ടുകൾ ശക്തമായൊരു മത്സരം തന്നെയാണ് ആലപ്പുഴയിലുള്ളത്. എബി തോമസാണ് ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. ടോബി, കോട്ടയത്ത് നിന്ന് നൽകാവുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? മത്സരരംഗം കനത്ത ചൂടിൽ തന്നെയാണുള്ളത് എങ്കിലും ആർക്കാണ് ഇപ്പോൾ നമുക്കൊരു മുൻതൂക്കം കൽപ്പിക്കാൻ കഴിയുന്നത്? ഹുസ്ന, ആദ്യം പിന്നിലായിരുന്നുവെങ്കിലും അതായത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങൾ വലിയ തോതിൽ കേരള കോൺഗ്രസിനെയും UDFിനെയും വലിയ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ട ഒരു മണ്ഡലമാണ് കോട്ടയം മണ്ഡലം. കേരള കോൺഗ്രസിന്റെ ഏക സീറ്റാണ്. അതിൽ KM മാണി അവസാനമായി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനാണ് അദ്ദേഹത്തിന്റെ പ്രചരണം ആദ്യം ആരംഭിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥി തർക്കത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ വലിയ ഒരു തിരിച്ചടി UDFിന് ഉണ്ടാക്കിയെങ്കിലും അതിൽ നിന്നും ഇപ്പോൾ മാറി ഒരു മാറ്റം വന്നിരിക്കുന്നു. UDF സജീവമായിരിക്കുന്നു, ഒറ്റക്കെട്ടായിരിക്കുന്നു. പ്രത്യേകിച്ചും KM മാണിയുടെ നിര്യാണത്തെ തുടർന്ന് സ്ഥിതിഗതികൾ ആകപ്പാടെ മാറിയിരിക്കുന്നു. എടുത്തു പറയുകയാണെങ്കിൽ UDFിന് നേരിയ ഒരു മേൽക്കൈ കോട്ടയം മണ്ഡലത്തിലുണ്ട്. അത് പ്രചാരണത്തിലും നേരത്തെ കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള തർക്കം നിലനിന്നിരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം UDF മുക്തമായിരിക്കുന്നു. അവരിപ്പോൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ ഈ ഒരു ഒത്തൊരുമ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വിജയപ്രതീക്ഷയിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ ജോസ് കെ മാണി MP 1 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കോട്ടയം മണ്ഡലത്തിൽ നിന്നും ജയിച്ചത്. അതുകൊണ്ട് തന്നെ അതിന് അടുത്തെത്താൻ സാധിച്ചില്ലെങ്കിലും വിജയം
ഉറപ്പാണ് എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് UDF ക്യാമ്പ് ഉള്ളത്. പ്രത്യേകിച്ചും 7 മണ്ഡലങ്ങൾ, നിയോജക മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 5 എണ്ണത്തിലും UDF ആണ് വിജയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 മണ്ഡലങ്ങളിൽ 2 എണ്ണം മാത്രമാണ്, ഏറ്റുമാനൂരും വൈക്കവും മാത്രമാണ് LDF-ന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് UDF ക്യാമ്പ് വിജയപ്രതീക്ഷയിലാണ് എന്ന് പറയാനുള്ള പ്രധാന കാരണം. എന്നാൽ LDF-ലേക്ക് വരികയാണെങ്കിൽ LDF ഇത്തവണ ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് കോട്ടയം മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറി തന്നെ രംഗത്തിറക്കിയതോടുകൂടി വലിയൊരു പ്രകടനം നടത്താൻ സാധിക്കുമെന്നാണ്. കഴിഞ്ഞ തവണ 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ്, അത് ജോസ് കെ മാണി ആയിരുന്നത് കൊണ്ടാണ് എന്നാണ് അവർ പറയുന്നത്. ഇത്തവണ തോമസ് ചാഴിക്കാടൻ വരുമ്പോൾ പൊതുവെ ജനസമ്മതം അല്ലാത്ത ഒരു സ്ഥാനാർത്ഥി എന്നുള്ളൊരു വിലയിരുത്തൽ അവർക്കുണ്ട്. ഒപ്പം തന്നെ കേരള കോൺഗ്രസും തമ്മിലുള്ള തർക്കം തങ്ങൾക്ക് ഗുണമാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയാണ് അവർക്കുള്ളത്. പാർട്ടി വോട്ടുകൾ ഭിന്നിച്ചില്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വിജയം ഉണ്ടാകുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ CPM-ന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് PC തോമസ് എന്ന് പറയുന്ന NDA സ്ഥാനാർത്ഥി, അദ്ദേഹം കോട്ടയത്ത് മത്സരിക്കാൻ തയ്യാറായത് തന്നെയാണ്. PC തോമസ് NDA സ്ഥാനാർത്ഥി, അദ്ദേഹം കൃത്യമായി UDF വോട്ടുകൾ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് വോട്ടുകളുടെ ഒരു ഭൂരിഭാഗം പിടിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ LDF-നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ വോട്ട് പിടിക്കുകയാണെങ്കിൽ സുഖമായി LDF-ന് ജയിക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിവരങ്ങളാണ് ടോബി ജോൺസൺ നൽകിയത്. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം കുറച്ച് പിന്നിലായിരുന്നെങ്കിൽ കൂടി UDF ഇപ്പോൾ തന്നെ ശക്തമായി മുന്നിലുണ്ട് പ്രചാരണ രംഗത്തിൽ. പ്രത്യേകിച്ച് കെ മാണിയുടെ നിര്യാണത്തിന് ശേഷം വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതേസമയം NDA സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിന് ലഭിക്കുന്ന വോട്ടുകളും LDF-ന് പ്രതീക്ഷ നൽകുന്നതാണ്. ടോബി ജോൺസൺ ആണ് വിശദാംശങ്ങൾ നൽകിയത്.